ഇലക്ഷൻ്റെ ചൂട് പിടിച്ച ഇലക്ഷന് പ്രചരണം കഴിഞ്ഞു. ഇന്ന് ഇലക്ഷൻ കഴിഞ്ഞൊക്കെ ചെയ്തു. പക്ഷേ പല ആളുകളും ഞാൻ ഈ ഇലക്ഷൻ്റെ പ്രചരണത്തിൻ്റെ സമയത്തൊക്കെ BJP പോലത്തെ RSSനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാസിസ്റ്റുമായി ബന്ധപ്പെട്ട BJP പോലത്തെ ഒരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് BJP പോലത്തെ ഒരു പാർട്ടി ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്തു തന്നു, ഞങ്ങൾക്ക് മറ്റുള്ള പാർട്ടികളൊന്നും ഒന്നും ചെയ്തു തന്നില്ല എന്ന് പല ആളുകളും ഒരിക്കലും BJPയിലോട്ട് അല്ലെങ്കിൽ BJPയോട് ഇഷ്ടപ്പെടാത്ത ചില ആളുകൾ പോലും അങ്ങനെ പറയുന്നതായിട്ട് കണ്ടു. സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും BJP നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നു, കേന്ദ്രത്തിൽ BJP ഭയങ്കരമായിട്ട് സംഭവിച്ചു കഴിഞ്ഞു, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, നമ്മൾ രാജ്യം ഭയങ്കര സംഭവമായിരുന്നു. നമ്മൾ മനസ്സിലാക്കണത് എന്താ അറിയോ, BJP പോലത്തെ ഒരു പാർട്ടി നമ്മളെ പഞ്ചായത്തിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. BJP പോലത്തെ ഒരു പാർട്ടി നമ്മുടെ പഞ്ചായത്ത് നിരങ്ങി ഭരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട് കുട്ടിച്ചോറാവും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് ഒരുപാട് കാര്യം, കാരണം ഷൂ നക്കികളുടെ കാലഘട്ടമാണ്. ഈ ഷൂ നക്കികൾ ഒരു കാരണവശാലും ഷൂ നക്കികളായിക്കൊന്നെ തുടരും. കാരണം നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും അവർ നമുക്ക് ഒരുപാട് ഉപകാരമൊക്കെ ചെയ്തു തരും, പക്ഷേ ജനാധിപത്യം ഇല്ലാതാവും. ജനാധിപത്യം ഇല്ലാതാവും എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇപ്പോൾ പല മനുഷ്യരും നിങ്ങൾ ഒരു LDFകാരനോ അല്ലെങ്കിൽ UDFകാരനോ മറ്റെന്തോ ആയിക്കോട്ടെ, പക്ഷേ നിങ്ങളൊരു BJP പോലത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും നാടകങ്ങൾ കളിച്ചു കൊടുക്കരുത്. കാരണം എന്താ അറിയോ, ഏതൊരു രാജ്യത്തെ ക്രമസമാധാനം അല്ലെങ്കിൽ രാജ്യത്തുള്ള ജനാധിപത്യം ഇല്ലാതെ ആകുമെന്ന് പറയുമ്പോഴേ അത് എങ്ങനെ ആയിരിക്കും നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ പലപ്പോഴും ചില അങ്ങാടികളിലൊക്കെ വരെ ചർച്ചയിൽ വരെ പറഞ്ഞു, BJP വന്നു കഴിഞ്ഞാൽ നമുക്ക് പല സംഭവങ്ങളും കിട്ടും. നമ്മൾ മനസ്സിലാക്കണം എന്താ അറിയോ, ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട് അന്ന് നമ്മളെ രാജ്യത്തിലുള്ള നല്ല മനുഷ്യർ ബ്രിട്ടീഷുകാർക്ക് ഷൂ നക്കി അടിയറ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമ്മളെ ജനാധിപത്യം ഉണ്ടാവില്ലായിരുന്നു. കാരണം അന്ന് ഇത്തരം ഫാസിസത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇത്തരം സംഘികളൊക്കെ യഥാർത്ഥത്തിൽ അന്ന് സൂനക്കികളായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും, കാരണം അന്ന് അടിയറ വെച്ചവരാണ് അവരൊക്കെ. കാരണം നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മളെ അടിയറ വെച്ച് കഴിഞ്ഞാൽ നാളെ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന നമ്മൾ പറയും BJP പോലത്തെ അല്ലെങ്കിൽ ഒരു പാർട്ടി എന്താ വന്നാൽ നമുക്ക് ഒരുപാട് നന്മ ചെയ്യൂലെന്ന്. നിങ്ങൾക്കറിയോ, ചൈന എന്ന് പറയുന്ന രാജ്യം എന്തുമാത്രം നന്നായി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തു. അവിടെ സോഷ്യലിസമാണ് എന്നിരുന്നാൽ പോലും എന്താണ് അവിടെ ചെയ്തത്, ഓരോ വ്യക്തിയിലും അവർ സാമ്പത്തിക ഭദ്രത കൈവരിക്കാനാണ് അവർ ശ്രമിച്ചത്. പക്ഷേ BJP പോലത്തെ ഒരു പാർട്ടി 10 വർഷം ഭരിച്ചിട്ടും വെറും വിരലിലെണ്ണാവുന്ന അദാനിക്കും അംബാനിക്കും ഏജൻ്റായിട്ട് മാത്രമാണ് BJP സർക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. കാരണം എവിടെയെങ്കിലും സാധാരണക്കാർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് ഫ്ലെക്സ് അടിച്ച് ബോർഡൊട്ടിച്ച് നടക്കുന്ന ഒരു സംഘടന, ഒരു പ്രസ്ഥാനം, ഒരു രാഷ്ട്രീയ പാർട്ടി. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് അറിയോ, എവിടെയെങ്കിലും ഭൂരിപക്ഷം അധികമായിട്ട് BJPക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യം വർക്കൗട്ട് ആവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരെന്താണോ പറയുന്നത് അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കേണ്ടി വരും. നമ്മൾ എവിടെ എടുത്തു നോക്കിക്കോളൂ. കാരണം ഇപ്പം നമ്മളെ രാജ്യത്തിൻ്റെ ജനാധിപത്യം മുഴുവനും ഫാസിസ്റ്റിൻ്റെ കൈപ്പിടിയിലാണ്, നമ്മൾ മറക്കരുത്. കാരണം നാളെ നമ്മളെ രാജ്യത്തിൻ്റെ സുരക്ഷ, രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരു മനുഷ്യന് രാജ്യത്ത് വീണ്ടും ആ സമാധാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, വീണ്ടും ജനാധിപത്യം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തുറന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പലർക്കും അദ്ദേഹത്തെ പോലെയുള്ള ഒരു മനുഷ്യനെ, ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനായിട്ടോ അല്ലെങ്കിൽ അത്തരത്തിലൊന്നുമല്ല കാണുന്നത്. കാരണം എന്താ അറിയോ, നമ്മളെ രാജ്യത്തെ ക്രമസമാധാനം ഓരോ ദിവസവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു പഞ്ചായത്ത് ഇലക്ഷനെക്കുറിച്ച് ഞാൻ ഇത്തരം കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴേ യഥാർത്ഥത്തിൽ നമ്മളെ രാജ്യത്തെ ഒരു വലിയ ഇലക്ഷനോ അല്ലെങ്കിൽ രാജ്യം മുഴുവൻ അഭിമുഖീകരിക്കുന്ന ലോക്സഭാ ഇലക്ഷനൊന്നും അല്ല നമ്മൾ തയ്യാറായിട്ടും നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം. നമ്മളെ രാജ്യത്തെ
ഏറ്റവും ചെറിയ ഇലക്ഷനായിട്ടുള്ള നമ്മുടെ രാജ്യത്തെ പഞ്ചായത്ത് ഇലക്ഷനിൽ നിന്ന് തുടങ്ങണം കാര്യങ്ങൾ. കാരണം നമ്മളെ ഓരോ മനുഷ്യൻ്റെയും ഓരോ വ്യക്തിയുടെയും ഓരോ കാര്യങ്ങൾക്കും ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ പഞ്ചായത്ത് ഇലക്ഷന്. പഞ്ചായത്ത് ഇലക്ഷന് നമ്മൾ എന്താണോ റിസൾട്ട് ഉണ്ടാക്കുന്നത് അത് തന്നെയായിരിക്കും നമ്മുടെ ഭാവിയിലെ ഏറ്റവും വലിയ നമ്മുടെ ടേണിംഗ് പോയിൻറ്റുകളൊക്കെ. കാരണം നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ഒരു MLAക്കോ അല്ലെങ്കിൽ ഒരു MP ക്കോ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ തീരുമാനം എടുക്കാൻ പറ്റുന്നത് നമ്മളിൽ ഒരാളായിട്ടുള്ള ഒരു പഞ്ചായത്ത് മെമ്പർക്ക് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഏത് പാർട്ടിക്ക് നിങ്ങൾ വോട്ട് ചെയ്താലും, നിങ്ങളിപ്പോൾ ചിലപ്പോൾ വോട്ട് ചെയ്തവരും ഒക്കെ ഉണ്ടാവും, പക്ഷേ നിങ്ങൾ ഏത് പാർട്ടിക്ക് നിങ്ങൾ വോട്ട് ചെയ്താലും ഒരു കാരണവശാലും നിങ്ങൾ BJP പോലത്തെ ഒരു പാർട്ടിക്ക് നിങ്ങൾ വോട്ട് ചെയ്യരുത്. കാരണം ഫാസിസത്തെ ഇത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്ന, കാരണം നന്മ എന്ന് പറയുന്നത് എന്തെങ്കിലും നമ്മൾ അവരിൽ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തീർത്തും പറയാം. കാരണം ചൈന പോലത്തെ ഒരു രാജ്യം ഇത്രയ്ക്കും നന്നായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യ പോലത്തെ ഇത്രയ്ക്കും ജനാധിപത്യമുള്ള ജനങ്ങളുള്ള രാജ്യത്തിന് എന്തുകൊണ്ട് ഇത്രയും കാലം 10 വർഷം ഭരിച്ചിട്ടും അവർക്കൊരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നില്ല? കാരണം അദാനിക്കും അംബാനിക്കും ഇന്ത്യയെ തീരെഴുതി കൊടുക്കാൻ മാത്രമേ അവർക്ക് കഴിയുന്നുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും BJP പോലത്തെ ഒരു പാർട്ടി നമ്മളെ പഞ്ചായത്തിലൊക്കെ ഒരുപാട് സീറ്റൊക്കെ ഇതായി കഴിഞ്ഞാൽ നമ്മളവിടെ ഒരുപാട് ഡെവലപ്പിംഗ് ഇതൊക്കെ വരുന്നു. ഞാൻ പറയുന്നു, നമുക്ക് ഒരുപാട് വികസനം വരാം, എല്ലാം സംഭവിക്കാം. പക്ഷേ അവർ പറയുന്ന അവരുടെ ചൊൽപ്പടിക്കൊത്ത് നമ്മൾ ജനാധിപത്യം പണയം വെക്കേണ്ടി വരുമെന്ന് ഞാൻ 100% നിങ്ങളോട് പറയുന്നു. കാരണം പലയിടങ്ങളിലും ഇത് ആവർത്തിച്ചിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ അറിയോ, നമ്മളെ രാജ്യത്ത് ജനാധിപത്യമാണ് വേണ്ടത്. കാരണം BJP പോലത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി ആഗ്രഹിക്കുന്നത് ഇവിടെ ഒരൊറ്റ സംഘടന, അവരെ ഒരൊറ്റ ചൊൽപ്പടിക്ക് നിന്ന് പോകണം. കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമാക്കണം എന്ന് മാത്രമാണ് യഥാർത്ഥത്തിൽ BJP പോലത്തെ അല്ലെങ്കിൽ സംഘ് പരിവാർ സംഘടനകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ സംഘ് പരിവാറിൻ്റെ ഏറ്റവും വലിയ അജണ്ട എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ജനാധിപത്യ വിശ്വാസികൾ ആഗ്രഹിക്കുന്നത് ഇവിടെ വ്യത്യസ്ത മതക്കാർ വളരെ മനോഹരമായിട്ട് ജീവിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ആ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളത് എങ്ങനെ സംഭവിക്കും എന്ന് നിങ്ങളിതിൽ നിന്ന് മനസ്സിലാക്കണം. കാരണം നമ്മളെ രാജ്യത്ത് ഏറ്റവും അതിമനോഹരമായിട്ട് പോവേണ്ട നമ്മളെ രാജ്യം പല മധ്യസ്ഥരായിട്ടുള്ള മനുഷ്യരിലെ അവർ ഇത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിക്കും. നമുക്ക് എല്ലാ സാഹചര്യങ്ങളൊക്കെ അവർ നമുക്ക് നൽകും. പക്ഷേ പിന്നീട് നമുക്ക് നൽകിയ ആനുകൂല്യങ്ങൾ അവർ അത് തന്നെയായിരിക്കും ആയുധമാക്കി മാറ്റുക. കാരണം നമ്മളെ രാജ്യത്ത് ഈ അടുത്തിടായിട്ട് നിങ്ങൾക്കറിയാമായിരിക്കും സിവിൽ കോഡ്, ഇത്തരം പല വിഷയങ്ങളും അത് ഒരു മതത്തിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രം നമ്മളെ രാജ്യത്ത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ RSS ഇത്രയ്ക്ക് തിടുക്കം കൂട്ടുന്നത്. അപ്പോൾ അവരെ ചൊൽപ്പടിക്ക് നമ്മളെ രാജ്യത്തെ ഓരോ ജനാധിപത്യ വിശ്വാസികളും നിൽക്കേണ്ടി വരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെയാണെന്നറിയോ, BJP അധികാരത്തിൽ വന്ന തൃശ്ശൂർ ഞാൻ എടുക്കുമെന്ന് പറഞ്ഞ സുരേഷ് ഗോപിയുടെ അവസ്ഥ നിങ്ങൾ മാത്രം നോക്കിയാൽ മതി. സുരേഷ് ഗോപി പോലത്തെ അത്രയും വലിയ അത്രയും ചിന്താഗതിയുള്ള ഒരു മനുഷ്യൻ ചെയ്തത് എന്താണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? കാരണം അവിടെ അധികാരം കിട്ടിയ സമയത്ത് എന്താണ് ചെയ്തത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഞാനൊന്നും പറയുന്നില്ല. അദ്ദേഹം ഇപ്പം അവിടെ തൃശ്ശൂരിലുള്ളവർ തന്നെ കമൻ്റ് ചെയ്യും, നിങ്ങൾക്ക് എന്ത് ആണ് അവിടെ നിന്ന് നേട്ടമാണ് കിട്ടിയത്. കാരണം ഓരോ സമയത്തും ആ മനുഷ്യനുണ്ടാകുന്ന വിദ്വേഷവും ആയിട്ടുള്ള മനസ്സ് മാത്രമേ പല ആളുകളും കാണുന്നുള്ളൂ. കാരണം ഞാനിതൊന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മളെ സോഷ്യൽ മീഡിയയിൽ ഓരോ സമയം എടുത്തു നോക്കിയാൽ മതി. കാരണം നമ്മളെ രാജ്യത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളും എവിടെയൊക്കെയാണോ BJPക്കും RSSനും അധികാരം കിട്ടിയിട്ടുണ്ടോ അവർ എല്ലാ ആനുകൂല്യങ്ങളും നൽകിയിട്ട് നമ്മളെ ഒരു ട്രാപ്പിലാക്കിയിട്ട് അവരെ ചൊൽപ്പടിക്കത്ത് നിൽക്കുന്ന ശൂനക്കികളാക്കി നമ്മളെ മാറ്റും എന്നുള്ളത് നമ്മൾ മറക്കരുത്. കാരണം നമുക്ക് ഇപ്പോൾ കുറഞ്ഞ സമയത്തേക്ക് നമുക്ക് വലിയ അധികാരങ്ങളൊക്കെ നമുക്ക് എല്ലാ സാഹചര്യങ്ങളും അവർ ചെയ്തു തരും. പക്ഷേ വിശ്വസിക്കരുത്. കാരണം ബ്രിട്ടീഷുകാരുടെ ഷൂനക്കികൾ ഒരിക്കലും ജനാധിപത്യം സൃഷ്ടിക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഏതെങ്കിലും വീഡിയോ കുറിച്ച് അഭിപ്രായം കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം.